20 കിലോമീറ്റർ പോയെങ്കിലല്ല. ഡ്രൈവിംഗ് സ്കൂൾ വണ്ടി വന്നില്ലായിരുന്നു പോകാറുണ്ട്. അതിന് ഡ്രൈവിംഗ് സ്കൂൾ അത് രാവിലെ വൈകുന്നേരം ഒക്കെ ഉണ്ട്. അവിടെ പോയി കടയിലേക്ക് പോകുമ്പോൾ അങ്ങോട്ട് കാണാറില്ല. രാവിലെ പോളിനെ കൊണ്ട് പോകുമ്പോൾ അങ്ങോട്ട് കാണാറില്ല കടയിലേക്ക്. ക്രോസ് എറ്റിയോസിൽ SUV മോഡലിൽ ഒരെണ്ണം ഇറങ്ങിയതാണ് ക്രോസ്. SUV അല്ല, ഒരു SUVയുടെ സം ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഇറക്കിയ ഇതാണ് ക്രോസ്. ഒരുപാട് അങ്ങനെ റോട്ടിൽ കണ്ടിട്ടില്ല അങ്ങനെ. വട്ടം കയറ്റുന്നവരെപ്പോഴും ഒട്ടും നോക്കാറില്ല കേട്ടോ ബൈക്കുകാർ. ഞാൻ പക്ഷെ അങ്ങനെ കയറ്റാറില്ല. ബൈക്കുകാർ പലരും ഞാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ വട്ടം വയ്ക്കുമ്പോഴേ അവർ ചുമ്മയങ്ങ് വയ്ക്കും, മറ്റവൻ ചവിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങ് വയ്ക്കണം. അത് ഭയങ്കര ഡേഞ്ചറസ്. അങ്ങനെ എല്ലാവർക്കും ചിലപ്പോൾ കറക്റ്റ് ചവിട്ടാൻ പറ്റില്ല, വന്നിരിക്കില്ല. അവസാനം വല്ല ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ആ കാറുകാരൻ വന്ന് കുത്തി കയറ്റിയെന്ന് പറയും. മിസ്റ്റേക്ക് മിക്കവാറും ബൈക്കുകാരൻ വട്ടം കയറ്റിയതായിരിക്കും. ഏത് ബൈക്ക് ആക്സിഡൻറ്റ് നോക്കിയാൽ മിസ്റ്റേക്ക് മിക്കവാറും ബൈക്കുകാരൻ വട്ടം കയറ്റിയതായിരിക്കും. പക്ഷെ അത് ആക്സിഡൻറ്റിലേക്ക് പോകുമ്പോൾ അത് അവസാനം കാറുകാരൻ്റെ കുറ്റമായിട്ട് പറയും. ക്യാമറ കറക്റ്റായിട്ട് ഫോക്കസ് ആവണം. ഇല്ലകൊണ്ട് കൃത്യമായിട്ട് ഫോക്കസ് ആവാറുണ്ട്. ഭയങ്കര മോശമായി തോന്നുന്നു ഈ സാംസങ്ങിൻ്റെ ഫോണുകൾ. നേരത്തെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ റീസെറ്റ് ചെയ്യാറുണ്ട് എപ്പോഴും. ആരെങ്കിലും ഇൻ്റർനെറ്റിൽ കയറി ഇതിൻ്റെ സെറ്റിങ്സിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ മിക്കവാറും ഇത് റീസെറ്റ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമ്മളത് റീസ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ പല ആപ്പുകളും അവർ കറക്റ്റ് ആവാറുണ്ട്. പമ്പിൽ നിന്ന് ഇവിടെ 1.8 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 1.9 ആയി. 2 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. അത് അപ്പോൾ ഇത് മറ്റേ പമ്പിനേക്കാളും ദൂരമാണെന്ന് തോന്നുന്നു. UC പമ്പിനേക്കാളും ദൂരമാണെന്ന് തോന്നുന്നു HP പമ്പിൽ നിന്ന് നമ്മുടെ വീട് വരെ 2 കിലോമീറ്റർ ഉണ്ട്. കൊലഞ്ചേരി വരെ ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ഉള്ളു. അപ്പോൾ അവിടെ നിന്ന് 1 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. പക്ഷെ നമുക്ക് അടുത്താന്ന് തോന്നും, പക്ഷേ ഡിസ്റ്റൻസ് ഇതിൽ നോക്കുമ്പോൾ 2 കിലോമീറ്ററോളം ഉണ്ട്.
ഞാൻ അവിടെ നിന്ന് 0 സെറ്റ് ചെയ്തത്. പമ്പയിൽ 0 സെറ്റ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ വരെ വന്നപ്പോൾ 2.1 ആയി. 1.1 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് കോലഞ്ചേരി. 1.1 അല്ല, 1 പീറ്ററാച്ചൻ്റെ വീടിൻ്റെ മുമ്പിലാണ് 1 കിലോമീറ്റർ. അത് കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ മുമ്പിലാകുമ്പോൾ 1.1 കിലോമീറ്റർ ഉണ്ട് കോലഞ്ചേരിക്ക്. പീറ്ററാച്ചൻ്റെ വീടിൻ്റെ മുമ്പിൽ പണ്ട് കല്ലുണ്ടായിരുന്നു, 1 കിലോമീറ്ററിൻ്റെ കുറ്റി ഉണ്ടായിരുന്നു കോലഞ്ചേരി ടൗണിൽ നിന്ന് ഉള്ള റോഡ് സ്റ്റാർട്ടിങ് മുതൽ പീറ്ററാച്ചൻ്റെ വീടിൻ്റെ അവിടെ പണ്ടൊരു കുറ്റി ഉണ്ടായിരുന്നു 1 കിലോമീറ്ററിൻ്റെ. ഇപ്പം അതൊന്നും ഉണ്ടോയെന്നറിയില്ല റോഡ് സൈഡിൽ. അതുകൊണ്ട് പണ്ട് ഓട്ടോറിക്ഷക്കാർ ഡാഡി ആയിട്ടെപ്പോഴും ഇതുണ്ടാക്കാറുണ്ട്. അവിടെ വരെ 1 കിലോമീറ്റർ ഉള്ളൂ, ഇത് 1 കൂടുതലുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് മിനിമം ചാർജ്, ചിലർ മിനിമം ചാർജിന് പോകും, ചിലർ മിനിമം ചാർജ് കുട്ടിയെ പോകുമായിരുന്നു ഓട്ടോറിക്ഷക്കാർ. കാരണം 1 കിലോമീറ്ററിൻ്റെ കുറ്റി അവിടെ പീറ്ററാച്ചൻ്റെ വീടിന് മുമ്പാന്ന് പറഞ്ഞുകൊണ്ട്. അവിടെ കുറ്റി ഉണ്ടായിരുന്നു, 1 കിലോമീറ്ററിൻ്റെ കറക്റ്റ് കുറ്റി ഉണ്ടായിരുന്നു അവിടെ പറഞ്ഞു നേരത്തെ.